ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടിയിട്ട് കളി തുടങ്ങി ട്ടോ. അവർക്ക് എന്ത് ഞായറാഴ്ച അല്ലേ? അവർക്ക് എല്ലാ ദിവസവും ഒരേപോലെയല്ലേ കുഞ്ഞുങ്ങൾക്കല്ലേ? അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നാടൻ കോഴിക്കറിയാണ് ട്ടോ സ്പെഷ്യലായിട്ട് വെക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഞായറാഴ്ച എന്നുള്ളൊരു സ്പെഷ്യൽ ഡേ തന്നെയാണല്ലേ? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോവുക. ഇതൊക്കെ നമ്മൾ ഞായറാഴ്ചകളിലല്ലേ ചെയ്യുന്നത്. അപ്പൊ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ നന്നാക്കി എടുക്കാനൊക്കെ ആയിട്ട്. അതിന്റെ തോല് കളയണം, പിന്നെ അത് തോല് കളഞ്ഞിട്ട് പിന്നെ അതിന്റെ രോമം കരിയിച്ച് കളയണം, പിന്നെ നുറുക്കിയെടുക്കാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ രാവിലെ തന്നെ അച്ഛൻ പോയിട്ട് നാടൻ കോഴിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ അത് മുറിക്കുന്നതാണ് ഈ കാണുന്നത്. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നെയ്യുണ്ട്. നമ്മൾ കടയിൽ നിന്ന് ബ്രോയിലർ കോഴി മേടിക്കുമ്പോൾ അതിന് നെയ്യ് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു അധികം ഇത്തിരിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. നാടൻ കോഴി ആയതുകൊണ്ട് നിറച്ച് നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കോഴിക്കറി എങ്ങനെ വെക്കണം നമുക്ക് നോക്കിയാലോ. നമ്മൾ സാധാരണ നാടൻ കോഴി വെക്കുമ്പോൾ കുറച്ച് വ്യത്യാസത്തിലാട്ടോ വെക്കാറ്. ബ്രോയിലർ കോഴി വെക്കുന്നതിലും കുറച്ച് വ്യത്യാസത്തില്ല. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്ക് നോക്കിയാലോ. അമ്മ എല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നാടൻ കോഴി മേടിച്ചിട്ട് അതൊക്കെ നന്നാക്കി എടുക്കുന്നതൊക്കെ കാണാനൊക്കെ ആയിട്ട്. അമ്മയും അച്ഛനും കൂടി ഒരുമിച്ച് ചെയ്യാറ്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ കോഴിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി നുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യത്തിന് ഉള്ളിയും സവാളയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ തേങ്ങ വറുത്ത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇച്ചിരി എണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തത് ഈ ഒരു കളറാണ് വരെ വറുത്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ വറുത്ത് നല്ലൊരു മണം വരും തേങ്ങ വറുത്ത് ചെയ്യുമ്പോൾ. ഒരു പാകമാവും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി, സവാള, കൂടുതൽ ഉള്ളി എടുക്കണം കേട്ടോ. സവാളയേക്കാൾ കൂടുതലായിട്ട് ഉള്ളി. അപ്പോൾ ആ ഒരു മധുരം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ചിക്കനിലുള്ള നെയ് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇടാം. നെയ് കഷ്ണം ഇടുമ്പോൾ ആ എണ്ണയുടെ കൂടെ തന്നെ അത് ഉരുക്കി കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കുക. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കണ പോലെ തന്നെ നല്ലപോലെ സവാള വാട്ടിയെടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ ഇടാൻ കേട്ടോ. എല്ലാ ചിക്കൻ കഷ്ണങ്ങൾ ആ മസാലയിലോട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കി പിടിപ്പിക്കണം. ഈ നാടൻ കോഴിക്ക് ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നെയ്യ് തന്നെയാണ് കേട്ടോ നമുക്ക് മറ്റ് കോഴിക്കറീനേക്കാളും കൂടുതൽ ടേസ്റ്റ് വേണേ. എന്താ നെയ്യിൻ്റെ അളവ് തന്നെയാണ്. നെയ്യ് ഉരുക്കി ചേരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നാടൻ കോഴിക്ക് മാംസം കുറവായിരിക്കും അല്ലേ. എല്ല് കഷ്ണങ്ങളായിരിക്കും കൂടുതൽ. ഞാൻ എപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലും അതിനകത്ത് ഒന്നുമില്ലെങ്കിൽ കപ്പ ഇടും, അല്ലെങ്കിൽ ഇതിപ്പോൾ നെയ്യുള്ളത് കൊണ്ട് ഞാൻ കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കുറച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വറുത്തരച്ച തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ നാടൻ കോഴിക്കറി വെക്കുന്നത്.